പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ നമ്മുടെ മേൽ ദൈവകരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ പൊന്നു തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിലെ ഏറ്റവും വാത്സല്യമുള്ള ദൈവമക്കളെ, വീണ്ടും ഒരു പ്രാവശ്യം കൂടെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുമശിഹാ തമ്പുരാൻ്റെ പാദപീഠത്തിൽ ചേർന്ന് വന്ന് മാധുര്യമേറിയതും മാറ്റമില്ലാത്തതും തേനിനേക്കാളും തേൻകട്ടയേക്കാളും മധുരമുള്ളതുമായ അവിടുത്തെ തിരുവചനങ്ങളെ ധ്യാനിപ്പാൻ നമുക്ക് ഭാഗ്യവും സന്ദർഭവും ഒരുക്കി തന്ന പുണ്യതമ്പുരാനെ നമുക്ക് നന്ദിയോടെ സ്തുതിക്കാം. പ്രിയരെ, നാം വീണ്ടും കർത്താവിൻ്റെ സന്നിധിയിൽ അടുത്തു വരുമ്പോൾ ഇന്ന് നമ്മുടെ ധ്യാന ചിന്തയ്ക്ക് വിഷയമായി തീരേണ്ടതിന് വിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിലെ 1-ാമത്തെ അധ്യായം 20 മുതലുള്ള വാക്യങ്ങൾ നിങ്ങളെ കേൾപ്പിക്കുകയാണ്. അങ്ങനെ ഞാൻ ഒന്നിലും ലജ്ജിച്ചു പോകാതെ പൂർണ്ണ ധൈര്യം പൂണ്ട് ക്രിസ്തു എൻ്റെ ശരീരത്തിങ്കിൽ ജീവനാലാകട്ടെ മരണത്താലാകട്ടെ എപ്പോഴും എന്ന പോലെ ഇപ്പോഴും മഹിമപ്പെടുകയേ ഉള്ളൂ എന്ന് പ്രതീക്ഷിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്നു. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു. എന്നാൽ ജഡത്തിൽ ജീവിക്കുന്നതിനാൽ എൻ്റെ വേലയ്ക്ക് ഫലം വരുമെങ്കിൽ ഏത് തിരഞ്ഞെടുക്കേണ്ടു എന്ന് ഞാൻ അറിയുന്നില്ല. ഇവ രണ്ടിനാലും ഞാൻ ഞെരുങ്ങുന്നു. വിട്ടുപിരിഞ്ഞ് കർത്താവിനോട് കൂടെ ഇരിപ്പാൻ എനിക്ക് കാംക്ഷയുണ്ട്. അത് അത്യുത്തമമല്ലോ. ദൈവമക്കളെ, അപ്പോസ്തലനായ പൗലോസ് വളരെ മനോഹരമായൊരു ചിന്ത തൻ്റെ ജീവിതവുമായി ബന്ധപ്പെടുത്തി ഈ ഫിലിപ്പിയ സഭയ്ക്ക് എഴുതുകയാണ്. നമ്മളെ ഒരുപാട് ധ്യാനിപ്പിക്കേണ്ട ഒരു വിഷയമാണത്. അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്, ഒരു ദൈവ പൈതൽ ജീവിക്കേണ്ടത് ക്രിസ്തുവിന് വേണ്ടിയാണ്. എങ്കിൽ ഈ ലോകം വിട്ടുപിരിയുന്നത് ലാഭകരമായിരിക്കും. അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് വ്യക്തതയോടെ മനസ്സിലാകണമെങ്കിൽ എനിക്ക് മരിക്കുന്നത് ലാഭമാണ്. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് മരിക്കുന്നത് എന്ന് പറയുന്നത് ഈ ലോകം വിട്ട് പിരിയുന്നതിനെക്കുറിച്ചാണ്. ഈ ലോകം വിട്ട് പിരിയുന്നതിനെക്കുറിച്ച്, മരണത്തെക്കുറിച്ച് ഒരുപാട് തെറ്റായ വ്യാഖ്യാനങ്ങൾ ഈ കാലഘട്ടത്തിൽ നടക്കുന്നുണ്ട്. വേദപുസ്തകം അവതരിപ്പിച്ച് നമ്മെ ബോധ്യപ്പെടുത്തുന്ന മരണം ഈ ലോകത്തു നിന്ന് ഒരാൾ വിട്ടുപിരിയുന്നതല്ല. അതിനെ മരണമെന്ന് വിളിക്കുന്നു, സത്യം. പക്ഷേ അതല്ല വേദശാസ്ത്രം പറയുന്ന മരണം. വേദശാസ്ത്രം പറയുന്ന മരണം ദൈവത്തെ വിട്ടുപിരിയുന്നതാണ്, അഥവാ ജീവനെ പിരിയുന്നതാണ്. ജീവൻ്റെ നഷ്ടമാണ് മരണം. അതേക്കുറിച്ചല്ല പൗലോസ്ലീഹ ഇപ്പോൾ പറയുന്നത്. ഏദൻ തോട്ടത്തിൽ വെച്ച് ദൈവം മനുഷ്യനോട് പറഞ്ഞിട്ടുണ്ട്, തോട്ടത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷഫലം നീ തിന്നരുത്, തിന്നാൽ തിന്നുന്ന നാളിൽ നീ മരിക്കും. അവർ തിന്നു എന്നത് സത്യമാണ്. മരിച്ചോ എന്ന് ചോദിച്ചാൽ ചിലർ പറയും മരിച്ചില്ല, ചിലർ പറയും മരിച്ചു. മരിച്ചില്ലെങ്കിൽ ദൈവം കളവ് പറഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയും അവർ ആത്മാവിൽ മരിച്ചു. ദൈവമക്കളെ, ദൈവം പറഞ്ഞിട്ടുണ്ടോ നിങ്ങളിത് തിന്നരുത്, തിന്നുന്ന നാളിൽ നിങ്ങൾ ആത്മാവിൽ മരിക്കുമെന്ന്? ദൈവം അങ്ങനെ പറഞ്ഞിട്ടില്ല. ദൈവം പറഞ്ഞത് തിന്നുന്ന നാളിൽ നീ മരിക്കും എന്നാണ്. അല്ലെങ്കിൽ അങ്ങനെ തന്നെ ദൈവം പറയണമായിരുന്നു, തിന്നരുത്, തിന്നുന്ന നാളിൽ നീ ആത്മാവിൽ മരിക്കും എന്ന്. ദൈവം അത് പറഞ്ഞിട്ടില്ല. ദൈവം കളവ് പറയില്ല. അതുകൊണ്ട് അത് തിന്ന നാളിൽ അവർ മരിച്ചു. മരിച്ചില്ലെങ്കിൽ ദൈവം കളവ് പറയുന്നവനാണെന്ന് വരും. ദൈവം മരിക്കുമെന്നാണ് പറഞ്ഞത്, അവർ മരിച്ചു. എങ്കിൽ എന്താണ് മരണം? അന്നവിടെ സംഭവിച്ചതാണ് മരണം. അന്ന് വരെ ദൈവത്തിൻ്റെ കാലൊച്ച കേൾക്കുമ്പോൾ ദൈവത്തിനടുത്തേക്കാണ് അവർ ഓടിയത്. ഇന്ന് ദൈവത്തിൻ്റെ കാലൊച്ച കേട്ടപ്പോൾ എതിർവശത്തേക്ക് ഓടി. ഇപ്പോൾ അവർക്ക് ദൈവത്തിനടുത്ത് ചെല്ലാൻ കഴിയുന്നില്ല. ഇപ്പോൾ അവർക്ക് ദൈവ ശബ്ദം കേൾക്കുമ്പോൾ ഭയമായി. ഇപ്പോൾ ദൈവത്തിൻ്റെ കാലൊച്ച അവരെ പേടിപ്പിച്ചു. ഇപ്പോൾ അവർ ദൈവത്തിൻ്റെ എതിർദിശയിലേക്ക് ഓടി. ഇപ്പോൾ അവർ ദൈവത്തിൽ നിന്ന് അകന്നു. ഇതിൻ്റെ പേരാണ് മരണം. എപ്പോഴാണോ ഒരാൾക്ക് ദൈവത്തെ നഷ്ടപ്പെടുന്നത്, അഥവാ ജീവൻ നഷ്ടപ്പെടുന്നത്, അതിൻ്റെ പേരാണ് മരണം. അതിനൊരേ ഒരു കാരണമേ ഉള്ളൂ, അത് പാപമാണ്. അതുകൊണ്ടാണ് റോമാലേഖനം 6-ാം അധ്യായം 23-ാം തിരുവചനത്തിൽ അപ്പോസ്തലനായ പൗലോസ് കുറിച്ചു വെച്ചത് പാപത്തിൻ്റെ ശമ്പളം മരണമാകുന്നു എന്ന്. അതുകൊണ്ട് തന്നെയാണ് യാക്കോബ് ശ്ലീഹ തൻ്റെ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിൽ എഴുതിയത്, മോഹം ഗർഭം ധരിച്ച്
പാപത്തെ പ്രസവിക്കുന്നു, പാപം മുഴുത്തിട്ട് മരണത്തെ പെറുന്നു എന്ന്. അതുകൊണ്ട് തന്നെയാണ് യെഹെസ്കേൽ പ്രവചനം 18-ാം അധ്യായം 20-ാം വാക്യത്തിൽ പ്രവാചകൻ കുറിച്ചു വെച്ചത്, പാപം ചെയ്യുന്നവൻ അവൻ ആര് തന്നെയായാലും മരിക്കും എന്ന്. അപ്പോൾ മരണഹേതുകമായ ഒരേ ഒരു രോഗമേ ഉള്ളൂ, അത് പാപമാണ്. ആ മരണത്തെക്കുറിച്ചല്ല ഇവിടെ പൗലോസ്ലീഹ പറയുന്നത്. ദൈവത്തെ നഷ്ടപ്പെടുന്നതും ദൈവത്തെ പിരിയുന്നതും ദൈവത്തിൽ നിന്ന് അകലുന്നതുമാണ് മരണം. പൗലോസ്ലീഹ പറയുന്നത് ലോകത്തെ വിട്ടുപിരിയുന്നതിനെക്കുറിച്ചാണ്. എനിക്ക് അപ്രകാരം പിരിയുന്നത് ലാഭമാണെന്ന്. പിരിയുന്നത് ലാഭമാണ് എന്ന് അപ്പോസ്തലൻ പറയാൻ കാരണം ഇപ്പോൾ ജീവിക്കുന്നത് ക്രിസ്തുവിലാണ് എന്നുള്ളതാണ്. ഇപ്പോൾ ക്രിസ്തുവിൽ ജീവിക്കുന്നവർക്ക് ഈ ലോകം വിട്ടുപിരിയുന്നത് ലാഭമാണ്. അത് നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. എന്താണ് ഈ ലാഭം? അപ്പോസ്തലൻ അവന് താഴെ പറയുന്നുണ്ട്, ഈ 23-ാമത്തെ വാക്യത്തിൽ, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ ഇരിപ്പാൻ എനിക്ക് കാംക്ഷയുണ്ട്, അത് അത്യുത്തമമല്ലോ എന്നാണ് അപ്പോസ്തലൻ പറയുന്നത്. വിട്ടുപിരിഞ്ഞാൽ എവിടെ ഇരിക്കുമെന്ന ഉറപ്പും ബോധ്യവുമാണ് അപ്പോസ്തലനെ കൊണ്ടത് പറയിപ്പിച്ചത്. ഈ ലോകം വിട്ട് പിരിഞ്ഞാൽ മനുഷ്യൻ എവിടെയാണ്? ഒരു ഭക്തൻ എവിടെയാണ്? അവരൊക്കെ മൗനികളാണെന്നും നിശബ്ദരാണെന്നും ഉറങ്ങുന്നവരാണെന്നും മിണ്ടാൻ കഴിയാത്തവരാണെന്നും ചിന്താശക്തിയില്ലാത്തവരാണെന്നും പ്രതികരണശേഷിയില്ലാത്തവരാണെന്നും അവരെക്കുറിച്ച് ഓർക്കുന്നത് മഹാപാപമാണെന്നുമൊക്കെ ആളുകൾ ചിന്തിക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ പൗലോസ് അപ്പോസ്തലനെ സംബന്ധിച്ച് അദ്ദേഹം പറയുന്നത്, വിട്ടുപിരിഞ്ഞ് ഞാൻ എൻ്റെ കർത്താവിനോട് കൂടെ ഇരിക്കും എന്നാണ്. കർത്താവിനോട് കൂടെയുള്ള ഇരിപ്പ് പരമാനന്ദമാണെന്ന ബോധമാണ്. അത് ഞാൻ അധികം വാഞ്ചിക്കുന്നു എന്ന് അപ്പോസ്തലൻ പറയാൻ കാരണം, എനിക്ക് ലാഭമാണെന്ന് പറയാനുള്ള കാരണം അതാണ്. പ്രിയപ്പെട്ടവരെ, ഈ വിട്ടുപിരിഞ്ഞവരുടെ അവസ്ഥ പൗലോസ്ലീഹായിക്ക് ബോധ്യമുള്ളത് കൊണ്ടാണ് പൗലോസ്ലീഹ ഇതിങ്ങനെ വ്യാഖ്യാനിച്ചത്. വിട്ടുപിരിഞ്ഞവർ കർത്താവിനോട് കൂടെയാണ് എന്ന ബോധം. അതേക്കുറിച്ച് നാം പരിശോധിച്ചാൽ, യേശുക്രിസ്തുവിൽ വിശ്വസിച്ചും യേശുക്രിസ്തുവിൽ ആശ്രയിച്ചും ഈ ലോകത്ത് നിന്ന് വിട്ടുപിരിഞ്ഞ ആദ്യത്തെ ഭാഗ്യവാൻ ആ കള്ളനാണ്. യേശുക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ട കള്ളന്മാരിൽ ഒരുത്തൻ. സത്യസഭ പഠിപ്പിക്കുന്നതനുസരിച്ച് വലതുഭാഗത്തെ കള്ളൻ. അവൻ പ്രാർത്ഥിച്ചു, കർത്താവേ, നീ രാജത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും കൂടെ ഓർക്കണമേ. അവൻ അപ്പോഴേ കർത്താവിനെ തിരിച്ചറിഞ്ഞുള്ളൂ. പക്ഷേ അവൻ തൻ്റെ പാപം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചു. കർത്താവ് അന്ന് കള്ളനൊരു വരം കൊടുത്തത്, ഞാൻ രാജത്വം പ്രാപിച്ച് വരുന്നത് വരെയൊന്നും നീ കാത്തിരിക്കണ്ട, ഇപ്പോഴാണ് സമയം. ഞാൻ നിന്നോട് പറയുന്നു, ഇന്ന് നീ എന്നോടുകൂടെ പറുദീസായിലിരിക്കും. അപ്പോൾ ആ കള്ളൻ കർത്താവിൻ്റെ കൂടെ പറുദീസയിൽ, കർത്താവിൻ്റെ കൂടെയാണ് ഇരിക്കുന്നത്, പറുദീസയിലാണ് ഇരിക്കുന്നത്. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, വിട്ടുപിരിഞ്ഞെൻ്റെ കർത്താവിൻ്റെ കൂടെ ഇരിപ്പാൻ ഞാൻ അധികം വാഞ്ചിക്കുന്നു. പറുദീസായിൽ ഈ കള്ളൻ കർത്താവിൻ്റെ കൂടെ ഇരുന്ന് ഉറങ്ങുകയാണോ? അവിടെ അവൻ നിശബ്ദനായിരിക്കുകയാണോ? പറുദീസയിൽ വേറെ ആളുകളുണ്ടോ? ഉണ്ടല്ലോ. കർത്താവ് പാതാളത്തിൽ പ്രവേശിച്ച് അവിടെ നടത്തിയ പ്രസംഗത്തിൽ വിശ്വസിച്ചവരെ ഉയർപ്പിച്ച് തന്നോടുകൂടെ പറുദീസയിൽ ഇരുത്തി. ക്രിസ്തുവിന് ശേഷം ക്രിസ്തുവിൻ്റെ യാഗത്തോട് ഉടമ്പടി വെച്ച് ഓട്ടം പൂർത്തിയാക്കി ലോകം വിട്ടുപിരിഞ്ഞ സകല ഭക്തന്മാരും വിശുദ്ധന്മാരും സ്വാഭാവികമായും ഈ പറുദീസയിൽ തന്നെയാണ് പ്രവേശിച്ചിരിക്കുന്നത്. വലിയ ഒരു സമൂഹം അവിടെ ഉണ്ട്. അവരവിടെ എന്ത് ചെയ്യുകയാണാവോ? അത് കൃത്യമായി ബോധ്യപ്പെടണമെങ്കിൽ പറുദീസ വരെ ചെന്നന്വേഷിക്കണം. പറുദീസ വരെ പോയ ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ പോയ ഒരാളെക്കുറിച്ച് വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അപ്പോസ്തലനായ പൗലോസ് തനിക്കുണ്ടായ ദർശനങ്ങളെക്കുറിച്ചും വെളിപ്പാടുകളെക്കുറിച്ചും 2 കൊരിന്ത്യ ലേഖനം 12-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൊരിന്ത്യർക്കുള്ള 2-ാം ലേഖനം 12-ാം അധ്യായത്തിൽ, ആ അധ്യായത്തിൽ പൗലോസ്ലീഹ തനിക്കുണ്ടായ ദർശനങ്ങളെക്കുറിച്ചും വെളിപ്പാടുകളെക്കുറിച്ചുമാണ് എഴുതുന്നത്. അതിൽ ആദ്യം എഴുതുന്ന കാര്യം ശ്രദ്ധിക്കണം. ക്രിസ്തുവിലുള്ളൊരു മനുഷ്യനെ ഞാൻ അറിയുന്നു. അത് പൗലോസ് അപ്പോസ്തലൻ തന്നെയാണ്. അവൻ 14 സംവത്സരങ്ങൾക്ക് മുമ്പ്, എന്ന് വെച്ചാൽ കൊരിന്ത്യർക്കുള്ള 2-ാം ലേഖനം എഴുതുന്നതിന് 14 സംവത്സരങ്ങൾക്ക് മുമ്പ് 3-ാമത്തെ സ്വർഗം വരെ എടുക്കപ്പെട്ടു. പൗലോസ്ലീഹായുടെ അനുഭവമാണ് ഈ പറയുന്നത്. ശരീരത്തോടു കൂടെയാണോ എന്ന് ഞാൻ അറിയുന്നില്ല, ശരീരം കൂടാതെയാണോ എന്ന് ഞാൻ അറിയുന്നില്ല,
ആയത് ദൈവമറിയുന്നു. അപ്പോസ്തലൻ വീണ്ടും പറയുന്നു, അവൻ പറുദീസയോളം എടുക്കപ്പെട്ടു. ശരീരത്തോട് കൂടെയാണോ എന്ന് ഞാൻ അറിയുന്നില്ല, ശരീരം കൂടാതെയാണോ എന്ന് ഞാൻ അറിയുന്നില്ല, ആയത് ദൈവം അറിയുന്നു. ഇനി പറയുന്നതാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോസ്തലൻ പറഞ്ഞു, മനുഷ്യൻ്റെ നാവ് കൊണ്ട് ഉച്ചരിപ്പാൻ പാടില്ലാത്തതും പറഞ്ഞുകൂടാത്തതുമായ വാക്കുകളെ അവൻ അവിടെ കേട്ടു. പറുദീസയിൽ വസിക്കുന്നവർ ഉറങ്ങുകയല്ലെന്നും അവർ മൗനികളല്ലെന്നുമുള്ളതിൻ്റെ ശക്തമായ അടയാളപ്പെടുത്തലാണ് നേരിട്ട് അനുഭവിച്ച പൗലോസ് അപ്പോസ്തലൻ്റെ സാക്ഷ്യം. പ്രിയപ്പെട്ടവരെ, അവിടെ കേട്ട ഭാഷ, അവിടെ കേട്ട വാക്കുകൾ പറുദീസവാസികൾ ദൈവത്തെ സ്തുതിക്കുന്ന ശബ്ദമല്ലെങ്കിൽ വേറെന്താണ്? പറുദീസവാസികൾ ദൈവത്തെ ആരാധിക്കുന്ന ശബ്ദമല്ലെങ്കിൽ വേറെന്താണ്? പറുദീസയിൽ അവരല്ലേ ഉള്ളത്. അവർ കർത്താവിനോട് കൂടെ ഇരുന്ന് കർത്താവിനെ ആരാധിക്കുന്ന ശബ്ദം. പക്ഷേ ജഡത്തിൽ വസിക്കുന്ന മനുഷ്യൻ്റെ നാവിന് വഴങ്ങാത്ത ശബ്ദമാണ് അവിടെ കേട്ടത്. പൗലോസ്ലീഹായ്ക്ക് ആ കൂടെ ആരാധിക്കാൻ കഴിഞ്ഞില്ലെന്ന്. അപ്പോസ്തലൻ തിരികെ പോന്നു. ദൈവം അദ്ദേഹത്തെ താഴെ നിർത്തി. ഒരുപക്ഷെ പൗലോസ്ലീഹ അന്ന് പ്രാർത്ഥിച്ചു കാണും, പത്രോസ് താബോറിൽ പ്രാർത്ഥിച്ചതുപോലെ, കർത്താവേ, ഇനി ഞാൻ എങ്ങും പോകുന്നില്ല, ഇവിടെ അങ്ങ് പാർത്തുകൊള്ളാം. തമ്പുരാൻ പറഞ്ഞു, ഇല്ല പൗലോസേ, നിന്നെ കൊണ്ട് ഭൂമിയിലൊരു വലിയ ശുശ്രൂഷ എനിക്ക് ചെയ്തെടുക്കാനുണ്ട്, അതുകൊണ്ട് നീ മടങ്ങിപ്പോവുക, സമയമാകുമ്പോൾ നിന്നെ ഞാനങ്ങ് കൊണ്ടുപോകുന്നു കൊള്ളാം. അന്ന് ഭൂമിയിൽ തിരിച്ചു വന്ന പൗലോസ്ലീഹ അന്നു മുതൽ ഒറ്റ കാര്യമാണ് ആഗ്രഹിക്കുന്നത്, എനിക്ക് പോകണം, എൻ്റെ കർത്താവിൻ്റെ അരികിൽ ചെല്ലണം, വിട്ടുപിരിഞ്ഞ് എൻ്റെ കർത്താവിനോട് കൂടെ ഇരിപ്പാൻ ഞാൻ അധികം വാഞ്ചിക്കുന്നു എന്ന പ്രഖ്യാപനത്തിൻ്റെ പിന്നിൽ അതാണ്. പക്ഷേ ആരത് പ്രാപിക്കും? ജീവിക്കുന്നത് ക്രിസ്തുവിലാണെങ്കിൽ ഈ ലോകം വിട്ടുപിരിയുന്നത് ലാഭമായിരിക്കും. ജീവിക്കുന്നത് ക്രിസ്തുവിലല്ലെങ്കിൽ അത് ലാഭമാകില്ല എന്ന ഒരു വ്യാഖ്യാനം അവിടെ ഉണ്ട്. പ്രിയപ്പെട്ടവരെ, അപ്പോസ്തലനായ പൗലോസ് ഇത് ഒരിക്കലല്ല പറഞ്ഞിട്ടുള്ളത്. കൊരിന്ത്യ സഭയ്ക്ക് 2-ാം ലേഖനം എഴുതുമ്പോൾ അതിൻ്റെ 5-ാമത്തെ അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഈ ലോകം വിട്ടുപിരിയുന്നതിനെക്കുറിച്ചാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവിടെ അതിൻ്റെ 6-7 വാക്യങ്ങൾ ഇങ്ങനെ രേഖപ്പെടുത്തുകയാണ്. ആകയാൽ ഞങ്ങളെല്ലായ്പ്പോഴും ധൈര്യപ്പെട്ടും ശരീരത്തിൽ വസിക്കുമ്പോഴൊക്കെയും കർത്താവിനോട് അകന്ന് പരദേശികളായിരിക്കുന്നു എന്നറിയുന്നു. കാഴ്ചയാലല്ല, വിശ്വാസതലത്തിലെ ഞങ്ങൾ നടക്കുന്നത്. ഇങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെട്ട് ശരീരം വിട്ട് കർത്താവിനോട് കൂടെ വസിപ്പാൻ അധികം ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങൾ കർത്താവിനെ പ്രസാദിപ്പിക്കുന്നവരാകുവാൻ അഭിമാനിക്കുന്നു എന്നാണ് പൗലോസ്ലീഹ എഴുതിയത്. ശരീരം വിട്ടാൽ ദൈവത്തെ പ്രസാദിപ്പിക്കണമെന്നാണ് പൗലോസ്ലീഹയുടെ കൊതി, ഉറങ്ങണമെന്നല്ല. ശരീരത്തിൽ ഇരിക്കുമ്പോൾ കർത്താവിന് പ്രസാദാത്മകമായി ചെയ്യണം, ശരീരം വിട്ടാലും കർത്താവിന് പ്രസാദാത്മകമായി ചെയ്യണം. അപ്പോൾ ശരീരം വിട്ടു പിരിഞ്ഞ് കർത്താവിനോട് കൂടെ ഇരിപ്പാനാണ് ഞങ്ങൾ വാഞ്ചിക്കുന്നത് എന്ന് ആവർത്തിച്ച് പൗലോസ്ലീഹ എഴുതുമ്പോൾ വിട്ടുപിരിഞ്ഞാലുള്ള അവസ്ഥ പൗലോസ്ലീഹായ്ക്ക് നല്ല ബോധ്യമുണ്ട്. തികഞ്ഞ കോൺഫിഡൻസോടെയാണ് പൗലോസ്ലീഹ ഈ കാര്യം പ്രഖ്യാപിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, പക്ഷേ ഒരു കണ്ടീഷൻ, ഇവിടെ ജീവിക്കുന്നത്, ശരീരത്തിലിരിക്കുമ്പോൾ ജീവിക്കുന്നത് ക്രിസ്തുവിന് വേണ്ടിയാണെങ്കിൽ, ക്രിസ്തുവിനോട് കൂടെയാണെങ്കിൽ, ക്രിസ്തുവിലാണെങ്കിൽ വിട്ടുപിരിഞ്ഞ് കർത്താവിനോട് കൂടെ ഇരിക്കുന്നത് അത്യന്തം ഭാഗ്യമാണ്. എങ്കിൽ മാത്രമേ കർത്താവിനോട് കൂടെ ഇരിപ്പാൻ സാധിക്കുകയുള്ളൂ. എന്ന് വെച്ചാൽ ഈ ലോക ജീവിതത്തിൻ്റെ തുടർച്ചയാണ് ഈ ലോകം വിട്ടുപിരിഞ്ഞിട്ടുള്ള ജീവിതം. ഇവിടെ ഞാൻ കർത്താവിനോട് കൂടെയാണെങ്കിൽ അവിടെയും ഞാൻ കർത്താവിനോട് കൂടെയായിരിക്കും. ഇവിടെ ഞാൻ കർത്താവിന് പ്രസാദാത്മകമായത് ചെയ്യുന്നുവെങ്കിൽ അവിടെയും ഞാൻ കർത്താവിന് പ്രസാദാത്മകമായത് തുടരും. ഇവിടെ ഞാൻ കർത്താവിന് പ്രസാദാത്മകമായി ആരാധിക്കുന്നുവെങ്കിൽ അവിടെ ഞാൻ കർത്താവിന് പ്രസാദാത്മകമായി ആരാധന തുടരും. ഇവിടെ ഞാൻ കർത്താവിന് വേണ്ടി നല്ല വേല ചെയ്യുന്നുവെങ്കിൽ അവിടെ ഞാൻ കർത്താവിന് വേണ്ടി നല്ല വേല തുടരും. പ്രിയപ്പെട്ടവരെ, ഇവിടെ ആയിരിക്കുന്നതിൻ്റെ തുടർച്ചയാണ് അവിടെ എനിക്ക് കിട്ടുക. അപ്പോൾ ഇവിടെ ക്രിസ്തുവിനോട് കൂടെ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കണം. എങ്കിൽ മാത്രമേ എൻ്റെ ജീവിതം വിട്ടുപിരിഞ്ഞ് ഭാഗ്യകരമായ അവസ്ഥയിലെത്തുകയുള്ളൂ, ലാഭകരമായി തീരുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ലാഭനഷ്ടങ്ങൾ നമ്മൾ തന്നെയാണ് നിർണ്ണയിക്കുന്നത് കേട്ടോ. പലപ്പോഴും പലരുടെയും വിചാരം ദൈവം വിധിക്കുന്നു എന്നാണ്.
ദൈവം ആരെയും വിധിക്കുന്നില്ല. എന്ന് വെച്ചാൽ ആരുടെയും മേൽ ദൈവം ഒന്നും അടിച്ചേൽപ്പിക്കുന്നില്ല. ദൈവം മനുഷ്യന് സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. മനുഷ്യൻ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് തിരഞ്ഞെടുക്കുന്നത് എന്തോ അത് ദൈവം അപ്രൂവൽ ചെയ്തു കൊടുക്കും, അടിയൊപ്പ് വെച്ച് കൊടുക്കും. അതിന് ദൈവത്തെ കുറ്റം വിധിക്കാൻ ഒക്കില്ല. ദൈവം എപ്പോഴും ചെയ്യുന്നത് മനുഷ്യൻ്റെ തിരഞ്ഞെടുപ്പ് അംഗീകരിക്കുകയാണ്. തിരഞ്ഞെടുപ്പ് നല്ലതാകാൻ നിരന്തരം ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതാണല്ലോ ഈ സന്ദേശങ്ങളിലൂടെ നടക്കുന്നത്. മനുഷ്യ, നീ നിൻ്റെ തിരഞ്ഞെടുപ്പ് നല്ലതാക്കുക. ജീവിക്കുന്നത് ക്രിസ്തുവിലാണെങ്കിൽ നിനക്ക് ഈ ലോകം വിട്ടു പിരിയുന്നത് നിശ്ചയമായിട്ട് ലാഭമായിരിക്കും. ജീവിക്കുന്നത് ക്രിസ്തുവിലല്ലെങ്കിൽ ഈ ലോകം വിട്ടു പിരിയുന്നത് നിശ്ചയമായിട്ട് നഷ്ടമായിരിക്കും. അവിടെ ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കാൻ പറ്റില്ല. ഇവിടെ ക്രിസ്തുവിനോട് കൂടെ അല്ലെങ്കിൽ ഭയങ്കര സുഖമായിരിക്കും. ഇവിടെ ക്രിസ്തുവിനോട് കൂടെ ആയിരുന്നാൽ ഒത്തിരി പരിമിതികളുമുണ്ട്. എപ്പോഴും ഈ സുഖമാണല്ലോ നമ്മുടെ കുഴപ്പം. സുഖം തേടി ക്രിസ്തുവിനെ വിട്ടുപിരിഞ്ഞ് സുഖലോലുപതയ്ക്കും ആഡംബരത്തിനും ഈ ലോകത്തിൻ്റെ ഇമ്പങ്ങൾക്കും ഈ ലോകത്തിൻ്റെ പാപശീലങ്ങൾക്കും പിന്നാലെ പോയാൽ ഈ ലോകത്തിന് അപ്പുറം ചെല്ലുമ്പോൾ ക്രിസ്തു ഇല്ലാത്തിടത്ത് അവിടെ ഒരു സുഖം ഉണ്ടാവില്ല. ഒരു സുഖവും. അതിവേദനയും അത്യന്തം ദുഃഖവും ദുരിതവും വലിയ നിലവിളിയും കരച്ചിലുമൊക്കെ ആയിരിക്കും അവിടെ ഉണ്ടാകാൻ സാധ്യത. അപ്പോൾ ഇവിടെ വെച്ചാണ് വിധി തീരുമാനിക്കേണ്ടത്. നമ്മൾ എത്ര സൂക്ഷ്മതയുള്ളവരാകണമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. ക്രിസ്തു എനിക്ക് വേണ്ടി ജീവിച്ചു, ക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചു, ക്രിസ്തു എനിക്ക് വേണ്ടി മരണത്തെ ജയിച്ചു. എന്നാൽ ഞാൻ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കണം, ക്രിസ്തുവിനോട് ചേരണം. ഈ ലോകത്ത് ഞാൻ ചെയ്യേണ്ടത് അതാണ്. ക്രിസ്തു എനിക്ക് വേണ്ടി ജീവിച്ചു, ഞാൻ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കണം. ക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചു, ഞാൻ ക്രിസ്തുവിൽ ചേരണം. ആമേൻ. ഇതാണ് ഈ ലോകം വിട്ടുപിരിയുമ്പോൾ എനിക്ക് സംഭവിക്കേണ്ടത്, അനുഭവിക്കേണ്ടത്. വീണ്ടും പ്രിയപ്പെട്ടവരെ, ലോകത്തിന് വേണ്ടിയും ലോകത്തെ സ്വന്തമാക്കുവാൻ വേണ്ടിയും ജീവിക്കുന്നവർക്ക് തെറ്റുപറ്റിയിരിക്കുന്നു. ആമേൻ. ലോകത്തിന് വേണ്ടിയും ലോകത്തെ സ്വന്തമാക്കുവാൻ വേണ്ടിയും ജീവിക്കുന്നവർക്ക് തെറ്റുപറ്റിയിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ഈ ലോകം ഒരു മനുഷ്യന് ശാശ്വതമല്ല. സമ്പന്നന്മാരും രാജാക്കന്മാരും കുലീനന്മാരും കുബേരന്മാരും സാധാരണക്കാരും തെരുവിൽ ഉറങ്ങിയവരും മരത്തിന് കീഴിൽ ഉറങ്ങിയവരും കൂരയിൽ ഉറങ്ങിയവരും ലോകം വിട്ടുപോയി. ലോകം ആർക്കും ശാശ്വതമല്ല. എല്ലാവരും ലോകം വിട്ടുപോയി എന്ന് മാത്രമല്ല, ലോകം വിട്ടുപോയവരാരും ഇവിടെ നിന്നൊന്നും കൊണ്ടുപോയില്ല. ഒന്നും. എല്ലാവരും വെറും കൈയോടെയാണ് ഇവിടെ നിന്ന് പോയത്. ഇവിടെ നിന്ന് ലോകത്തുള്ളതൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. പിന്നെ നമ്മൾ ഈ ലോകത്ത് സമ്പാദിച്ച നമ്മുടെ സുഹൃതങ്ങൾ അല്ല, നമ്മുടെ ദുഷ്കൃതങ്ങൾ, അത് കൊണ്ടുപോകാൻ പറ്റും. അതാണല്ലോ തുടർച്ച. കയ്യിലിരിപ്പ് കൂടെ പോരുമെന്ന് പച്ച മലയാളത്തിൽ പറയാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ലോകവും അതിൻ്റെ മോഹങ്ങളും ഒഴിഞ്ഞു പോകും, ദൈവ ഇഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കുമെന്ന് വചനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ലോകം നശ്വരമാണ്, ഇവിടെ നിലനിൽക്കുന്നത് ഒന്നുമില്ലെന്ന് അനേകം പ്രാവശ്യം വചനം ആവർത്തിക്കുന്നുണ്ട്. ഏതൊരു മനുഷ്യനും ഈ ലോകത്ത് താൽക്കാലികനാണ്. ഈ ലോകത്തെ ജീവിതത്തിന് ഒരു എൻഡുണ്ട്. ജീവിതം തുടരുകയാണെങ്കിലും ലോകത്തെല്ലാ കാലവും ജീവിക്കാൻ പറ്റില്ല. ഈ ലോകം വിട്ടൊരു നാൾ പിരിയണം. പിരിഞ്ഞ് അപ്പുറത്ത് യാത്ര തുടരേണ്ടതുണ്ട്. ലോകം ശാശ്വതമല്ല, ലോകത്തുള്ള ജീവിതവും ശാശ്വതമല്ല. വചനമത് പഠിപ്പിക്കുന്നു. സമ്പത്തും സൗന്ദര്യവും നശിക്കും, വീടിനെയും വീട്ടുകാരെയും പിരിയേണ്ടി വരും. എല്ലാ കാലവും ഈ ലോകത്ത് ഒരാൾക്ക് സമ്പന്നനായിരിക്കാൻ കഴിയണമെന്നില്ല. സമ്പത്തിൻ്റെ നെറുകയിലിരിക്കുമ്പോൾ വന്ന ഒരു രോഗമോ ഒരു അപകടമോ അയാളെ ദരിദ്രനാക്കിയേക്കാം. സൗന്ദര്യത്തിൻ്റെ പൂർണ്ണതയിലിരിക്കുമ്പോൾ വന്ന ഒരു രോഗമോ ഒരു പനിയോ അയാളെ വിരൂപിയാക്കിയേക്കാം. പക്ഷേ ആന്തരിക നിലയ്ക്ക് മാറ്റം വരുന്നില്ലല്ലോ, ബാഹ്യരൂപത്തിനല്ലേ മാറ്റം വരുന്നുള്ളൂ. ആന്തരിക സമ്പന്നതയ്ക്ക് മാറ്റം വരുന്നില്ലല്ലോ, ബാഹ്യ സമ്പന്നതയ്ക്ക് മാറ്റം വരുന്നുള്ളൂ. ക്രിസ്തു എൻ്റെ സ്വന്തമായി തീർന്നിട്ടുണ്ടെങ്കിൽ ഞാനൊരു മഹാസമ്പന്നനാണ്. ലോകത്ത് എനിക്ക് ഒന്നുമില്ലെങ്കിലും ക്രിസ്തു എൻ്റെ സ്വന്തമായിട്ടുണ്ടെങ്കിൽ ഞാനൊരു മഹാസമ്പന്നനാണ്. ലോകത്തെനിക്ക് എന്തൊക്കെ ഉണ്ടെങ്കിലും ക്രിസ്തു എനിക്ക് സ്വന്തമായിട്ടില്ലെങ്കിൽ ഞാനൊരു മഹാദരിദ്രനാണ്. ഇതാണ് പരിജ്ഞാനം. ഈ നിലയിലേക്കാണ് നമ്മുടെ ആത്മീയ ജീവിതത്തെ വളർത്തിയെടുക്കേണ്ടത്. നമ്മൾ അനശ്വരനായ ദൈവത്തോട് ചേരുവാൻ അവനു വേണ്ടി ജീവിക്കുക, അവനോടൊപ്പം ജീവിക്കുക. ഈ ലോകം വിട്ടുപിരിഞ്ഞ് കർത്താവിനോട് കൂടെ ഇരിപ്പാൻ ഭാഗ്യമുണ്ടാകും.
പ്രിയപ്പെട്ടവരെ, സുവിശേഷം നിമിത്തം ലോകത്തിന് കൂടുതൽ പ്രയോജനം ചെയ്യുമെന്ന തിരിച്ചറിവാണ് ഇവിടെ തുടരാൻ പൗലോസ്ലീഹായെ ഉത്സാഹിപ്പിച്ചത്. എന്നാലും പൗലോസ്ലീഹ വിലമതിച്ചത് അപ്പുറത്ത് പോകുന്നതിനെക്കുറിച്ച് തന്നെയാണ്. പൗലോസ്ലീഹ ഇവിടെ പറയുന്നുണ്ട്, ഞാൻ ഈ ജഡത്തിൽ വാസം തുടരുന്നത് കൊണ്ട് ഇവിടെ കർത്താവിന് വലിയ പ്രയോജനങ്ങൾ ഉണ്ടാകുമെന്ന് ഞാൻ അറിയുന്നത് കൊണ്ടാണ് ഞാനിവിടെ തുടരുന്നത്. പക്ഷേ എൻ്റെ വാഞ്ഛ അവിടെ എത്തിച്ചേരുന്നതാണ്. നമ്മളെയൊക്കെ ലോകത്ത് കർത്താവ് നിലനിർത്തിയിരിക്കുന്നത് കർത്താവിന് നമ്മളെക്കൊണ്ട് പ്രയോജനമുണ്ടാകും എന്ന ആഗ്രഹത്തിൽ, പ്രതീക്ഷയിലാണ്. ആ കർത്താവിൻ്റെ ആഗ്രഹവും പ്രതീക്ഷയും നാം യാഥാർത്ഥീകരിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാനുള്ള വിവേകം നമുക്കുണ്ടാകണം. നിശ്ചയമായിട്ടും ഉണ്ടാകണം. ഈ ലോകത്ത് ഞാൻ ജീവിക്കുന്നത് കൊണ്ട് എൻ്റെ കർത്താവിന് എന്ത് പ്രയോജനമുണ്ടായി? ഇന്നത്തെ ദിവസം ഞാൻ ഈ ഭൂമിയിൽ ജീവിച്ചത് കൊണ്ട് കർത്താവിന് എന്ത് പ്രയോജനമുണ്ടായി? ആർക്കെന്ത് പ്രയോജനമുണ്ടായി? എനിക്കല്ലാതെ. പ്രിയപ്പെട്ടവരെ, നാം കർത്താവിന് വേണ്ടി ജീവിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും ആകയാൽ മരിക്കുന്നത് അഥവാ ലോകം വിട്ടുപിരിയുന്നത് ലാഭവും അത്രേ എന്നാണ് വായിക്കേണ്ടത്. എനിക്ക് ഈ ലോകം വിട്ടുപിരിയുന്നത് ലാഭമത്രേ. എന്തുകൊണ്ടെന്നാൽ ഞാൻ ഇപ്പോൾ ജീവിക്കുന്നത് ക്രിസ്തുവിലാണ്. ഇതാണ് സിദ്ധാന്തം. ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുക. എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ കർത്താവിന് പ്രസാദാത്മകമായത് ചെയ്യുക. അവന് വേണ്ടി ആത്മാക്കളെ പണിയുക, നേടുക. അവന് വേണ്ടി ആത്മാക്കളെ നേടുക. അവൻ്റെ രാജ്യത്തിൻ്റെ കെട്ടുപണിക്ക് ഞാൻ എന്നെ തന്നെ സമർപ്പണം ചെയ്യുക. ഞാൻ ദൈവരാജ്യത്തിൻ്റെ പണിയാളായി മാറുക. കർത്താവ് എനിക്ക് വേണ്ടി ചെയ്തതിന് ഞാൻ പ്രത്യുപകാരം ചെയ്യുക. ഇതാണ് ഭൗമലോകത്ത് ജീവിക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ടത്. ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുക. ക്രിസ്തുവിനെ ഉപയോഗിച്ച് എനിക്ക് വേണ്ടിയല്ല, അവൻ തന്ന ജീവിതം കൊണ്ട് ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുക. ഇന്ന് ആത്മീയതയിൽ വലിയ അപജയങ്ങൾ, വലിയ കുഴപ്പങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ആളുകളും ഇന്ന് കർത്താവിനെ ഉപയോഗിച്ച് അവനവന് വേണ്ടി ജീവിക്കുകയാണ്. കർത്താവ് കരുണ ചെയ്തിട്ട് എനിക്ക് സമ്പത്ത് തരണം, കർത്താവ് കരുണ ചെയ്തിട്ട് എനിക്ക് വിദേശത്ത് ജോലി തരണം, കർത്താവ് കരുണ ചെയ്തിട്ട് എനിക്ക് തലമുറകളെ തരണം, കർത്താവ് കരുണ ചെയ്തിട്ട് എനിക്ക് വീട് തരണം, കർത്താവ് കരുണ ചെയ്തിട്ട് എനിക്ക് വാഹനം തരണം, കർത്താവ് കരുണ ചെയ്തിട്ട് എനിക്ക് സൗഖ്യവും ആരോഗ്യവും ദീർഘായുസ്സും തരണം. കർത്താവ് കരുണ ചെയ്തതുകൊണ്ട് ഞാൻ കർത്താവിന് എന്ത് ചെയ്യണം? ഞാൻ ഏതളവിൽ കർത്താവിന് പ്രയോജനപ്പെടണം? ഞാൻ കർത്താവിന് വേണ്ടി എന്ത് കൊടുക്കണം? ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ എന്ത് ചെയ്യണം? എൻ്റെ ജോലി എന്താണ്? എൻ്റെ ഡ്യൂട്ടി എന്താണ്? എന്നിൽ നിന്ന് കർത്താവ് എന്താണ് പ്രതീക്ഷിക്കുന്നത്? നോ, ആ ഭാഗം നമുക്ക് അറിയുകയേ വേണ്ട. ഇങ്ങോട്ട് കിട്ടുന്നതിനെക്കുറിച്ച് മാത്രം അറിഞ്ഞാൽ മതി, അങ്ങോട്ട് കൊടുക്കുന്നതിനെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുന്നേയില്ല. കുഴപ്പമാണ് പ്രിയപ്പെട്ടവരെ. അതാണ് ഈ വേദഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. കർത്താവിന് വേണ്ടി ജീവിക്കുക. എത്രയും വേഗം ശരീരം വിട്ട് കർത്താവിനോട് ചേരണമെന്നാണ് പൗലോസ്ലീഹയുടെ ആഗ്രഹം. ഏത് ഭക്തനും ഇതുതന്നെയാണ് ആഗ്രഹം. ഇത് ആഗ്രഹിക്കാത്തവർ ഭക്തരല്ല, ഭക്തരായിട്ടില്ല, ഇപ്പോഴും കർത്താവിനെ അറിഞ്ഞിട്ടില്ല, കർത്താവ് തരാനിരിക്കുന്നതിനെക്കുറിച്ച് ബോധ്യപ്പെട്ടിട്ടില്ല, അതിനെക്കുറിച്ച് സ്വപ്നം കണ്ടിട്ടില്ല. ഈ ലോകത്തിനപ്പുറം ഒരു ദർശനമില്ല. പ്രിയപ്പെട്ടവരെ, ക്ഷമിക്കണം. ഭക്തരല്ലെന്നൊക്കെ പറയുമ്പോൾ മുറിവേൽക്കരുത്. ദൈവത്തിൻ്റെ വചനമാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അപ്പോസ്തലനായ പൗലോസിൻ്റെ കാഴ്ചപ്പാടും നമ്മുടെ കാഴ്ചപ്പാടും ഒരുപാട് അന്തരമുണ്ട്. നാം കർത്താവിനെ ഉപയോഗിച്ച് ജീവിക്കുന്നു. പൗലോസ്ലീഹ കർത്താവിന് വേണ്ടി ജീവിച്ചു. കർത്താവ് പൗലോസിനെ ഉപയോഗിച്ചു, നമ്മൾ കർത്താവിനെ ഉപയോഗിക്കുന്നു. ഇതാണ് വ്യത്യാസം. എന്നെയും നിങ്ങളെയും കർത്താവ് ഉപയോഗിക്കാൻ, അവൻ്റെ കരങ്ങളിൽ വിട്ടുകൊടുക്കാൻ നമുക്ക് ഭാഗ്യമുണ്ടാകട്ടെ. അങ്ങനെ ഭാഗ്യകരമായൊരു ജീവിതം നയിച്ച് ഭാഗ്യകരമായ ജീവിതം ഈ ലോകത്തിനപ്പുറവും തുടരാൻ, പൗലോസ്ലീഹായോട് ചേരാൻ, പൗലോസ്ലീഹായുടെ കൂടെ കർത്താവിനെ ആരാധിപ്പാൻ നമുക്കിടവരേണ്ടതിന് നമുക്ക് സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. സ്നേഹവാനും പരിശുദ്ധനുമായ കർത്താവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസം ഞങ്ങൾ കേൾപ്പിച്ച സന്ദേശത്തിനായിട്ട് സ്തോത്രം. ഞങ്ങളുടെ ഭൗമലോക ജീവിതം കൊണ്ട് ജീവിതം തീരുന്നില്ലെന്ന്, ഇതിനപ്പുറത്ത് ജീവിതം തുടരുകയാണെന്ന്, അത് കർത്താവിനോട് കൂടെയുള്ള വാസമാണെന്ന്, അത് ആരാധനോന്മുഖമായ അനുഭവമാണെന്ന്, അത് ആഹ്ലാദം നിറഞ്ഞ അവസരമാണെന്ന് അപ്പോസ്തലനായ പൗലോസ് അനുഭവ വെളിച്ചത്തിൽ വ്യാഖ്യാനിച്ചു ഞങ്ങൾ കേട്ടു. കർത്താവേ, എന്നാൽ ഇവിടെ കർത്താവിന് വേണ്ടിയും കർത്താവിനോട് കൂടെയും ജീവിക്കുമ്പോഴാണ് ഈ ഭാഗ്യം ലഭിക്കുന്നത്. ഞങ്ങളുടെ ജീവിതത്തെ അങ്ങനെ ഒരുക്കാനും ചിട്ടപ്പെടുത്താനും ആ ഭാഗ്യകരമായ അവസ്ഥയിലേക്ക് വളരുവാനും പൂർണ്ണതപ്പെടുവാനും ഞങ്ങളെ സഹായിക്കണം, ഞങ്ങളെ ശക്തീകരിക്കണം, ഞങ്ങളെ നിറയ്ക്കണം, ഞങ്ങളെ അഭിഷേകം ചെയ്യണം. വിനയപൂർവ്വം
പാദപീഠത്തിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുന്നു. അവിടുന്ന് സഹായിക്കണം. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. ഞങ്ങൾ നിനക്കും നിൻ്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. ആമേൻ. Somebody